പലസ്തീനിൽ ഹമാസിനെതിരെ പ്രതിഷേധിച്ച 6 പേരെ തട്ടിക്കൊണ്ടുപോയി വധിച്ചതായി റിപ്പോർട്ട്. ഗാസയിൽ തട്ടിക്കൊണ്ടുപോയ ആളുകളോട് ഇസ്രയേൽ ചെയ്ത ഏറ്റവും വലിയ ക്രൂരതയാണ് ഇപ്പോൾ പുറം ലോകം അറിയുന്നത്. അവരുടെ എല്ലാ മൃതദേഹങ്ങൾ അതിഭീകരമായ അവസ്ഥയിലാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇരു കൈകളും ബന്ധിച്ച നിലയിലായിരുന്നു കൂട്ടത്തോടെ കുഴിച്ചുമൂടിയ മൃതദേഹങ്ങൾ ഉണ്ടായിരുന്നത്. 100 കണക്കിന് പേർ ഹമാസിനെതിരെ പരസ്യ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിലൊരു സംഭവം. കൈകൾ ബന്ധിച്ച ശേഷം ഇവർക്ക് നേരെ വെടി ഉതിർക്കുകയായിരുന്നു. ഓരോരുത്തർക്കും നേരെ ചുരുങ്ങിയത് 20 തവണയെങ്കിലും വെടി ഉതിർത്തിട്ടുണ്ടാവാമെന്നാണ് പലസ്തീൻ സിവിൽ ഡിഫൻസ് വക്താവ് മഹ്മൂദ് ബാസിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അംഗവിച്ഛേദം വന്ന നിലയിലാണ് പല മൃതദേഹങ്ങളും കണ്ടെത്തിയിട്ടുള്ളത്. കൂടാതെ നെഞ്ചിലും തലയിലും മുറിവുകൾ ഉണ്ടായിരുന്നു. 2-3 മീറ്ററോളം ആഴമുള്ള കുഴിയിലാണ് കൂട്ടത്തോടെ കുഴിച്ചു മൂടിയതെന്നും മഹ്മൂദ് ബാസിൽ പറയുന്നുണ്ട്. ആധുനിക ചരിത്രത്തിൽ ഏറ്റവും നിഷ്ഠൂരമായ കൂട്ടക്കൊലയായി ഇത് രേഖപ്പെടുത്തും. തകർക്കപ്പെട്ട ആംബുലൻസിന്റെ എമർജൻസി ലൈറ്റിൽ നിന്നാണ് കുഴിമാടം കണ്ടെത്താനായതെന്നും US പ്രതിനിധി പറയുന്നുണ്ട്. 2017 മുതൽ റെഡ് ക്രോസ് റെഡ് ക്രസന്റ് പ്രവർത്തകർക്ക് നേരെ നടന്ന ഏറ്റവും ക്രൂരമായ ആക്രമണമാണിതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഗാസയിൽ നിന്ന് സൈനിസ്റ്റ് സൈന്യം തട്ടിക്കൊണ്ടുപോയ 14 പലസ്തീൻ മെഡിക്കൽ സിവിൽ ഡിഫൻസ് സംഘത്തിന്റെയും മൃതദേഹം ഞായറാഴ്ചയാണ് കണ്ടെത്തുന്നത്. പലസ്തീൻ റെഡ് ക്രസന്റ് സൊസൈറ്റി മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. കൊല്ലപ്പെട്ടവരിൽ ഒരു UN ജീവനക്കാരനും ഉൾപ്പെടും. തെക്കൻ ഗാസയിലെ റാഫയ്ക്ക് സമീപം വാഹനത്തിൽ സഞ്ചരിക്കുകയായിരുന്ന മെഡിക്കൽ സംഘത്തെ കൂട്ടക്കൊല ചെയ്ത് ഒരാഴ്ച കഴിയും മുൻപെയാണ് വീണ്ടും പലസ്തീൻ ആരോഗ്യ പ്രവർത്തകർ ഇത്തരത്തിൽ കൊല്ലപ്പെടുന്നത്. കണ്ടെടുത്ത 14 മൃതദേഹങ്ങളിൽ 8 എണ്ണം തങ്ങളുടെ ഡോക്ടർമാരുടേതാണെന്ന് PRCS അറിയിച്ചിട്ടുണ്ട്. 5 എണ്ണം കാണാതായ സിവിൽ ഡിഫൻസ് ജീവനക്കാരുടേതും മറ്റൊരാൾ UN ജീവനക്കാരൻ്റെതുമാണെന്ന് PRCS വാർത്താക്കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ട്. തട്ടിക്കൊണ്ടുപോയവരിൽ അഹമ്മദ് നസ്ര എന്ന മെഡിക്കൽ സംഘത്തിലെ അംഗത്തെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. സഹപ്രവർത്തകരുടെ മൃതദേഹങ്ങൾ വീണ്ടെടുക്കാൻ ദിവസങ്ങൾ എടുത്തുവെന്നും തങ്ങളുടെ ജീവനക്കാർക്ക് എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്താൻ ശ്രമിച്ചപ്പോൾ അവർക്ക് നേരെ വെടിയേറ്റുവെന്നും PRCS അറിയിച്ചിട്ടുണ്ട്. കൊല്ലപ്പെട്ട PRCS ജീവനക്കാർ മുസ്തഫ ഖഫച്ച, എഡ്വൈസിൻ ഷാത്ത്, സാലിഹ് മോ അമ്മർ, റിഫാത്ത് റദ്വാൻ, മുഹമ്മദ് ബേവ് ഹൗൾ, അഷ്റഫ് അബു ലബ്ദ്, മുഹമ്മദ് അൽ ഹില, റായിദ് അൽ ഷെരീഫ് എന്നിവരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അൻവർ അബ്ദുൾ ഹമീദ് അൽ അത്തർ, സുഹൈർ അബ്ദുൾ ഹമീദ് അൽ ഫറ, സമീർ യഹിയ അൽ ബഹാബ്സ്, ഇബ്രാഹിം നബീൻ അൽ മഗാരി, ഹൗദ് ഇബ്രാഹിം അൽ ജമാൽ, യൂസഫ് റാസിം ഖലീഫ എന്നിവരാണ് കൊല്ലപ്പെട്ട സിവിൽ ഡിഫൻസ് അംഗങ്ങൾ. 1 വർഷത്തോളം നീണ്ട ഏറ്റുമുട്ടലിനൊടുവിൽ മാത്രം 1,00,000 പേരാണ് ഇതുവരെ കൊല്ലപ്പെട്ടത്. ഇതിനു പിന്നാലെയാണ് സമീപകാല ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ ഹമാസ് വിരുദ്ധ പ്രതിഷേധത്തിന് ഗാസ സാക്ഷിയായത്. ഹമാസ് ഗാസയുടെ അധികാരം ഒഴിയണമെന്നാവശ്യപ്പെട്ട് സ്ത്രീകളും പുരുഷന്മാരും അടക്കം സമരരംഗത്തിറങ്ങിയിട്ടുമുണ്ട്. ഈ പ്രതിഷേധം കെട്ടടങ്ങി ദിവസങ്ങൾക്ക് ശേഷമാണ് ഗാസയിൽ നിന്ന് ആളുകളെ കാണാതായി തുടങ്ങിയത്. സോഷ്യൽ മീഡിയയിലൂടെ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്യുകയും ഹമാസിനെതിരെ ശബ്ദിക്കുകയും ചെയ്ത 22 വയസ്സുകാരനായ ഒഡേ നാസർ അൽ റബെ കൊല്ലപ്പെട്ടവരിൽ ഒരാളാണ്. ഇയാളെ തട്ടിക്കൊണ്ടുപോയ ശേഷം ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തി ഗാസ സിറ്റിയിലെ ടെൻ അൽ ഹവായിലെ വീട്ടുമുറ്റത്ത് മൃതദേഹം ഉപേക്ഷിച്ചിരുന്നു. ഗാസയിലെ നസ്രത്ത് അഭയാർത്ഥി ക്യാമ്പിൽ 22-കാരനായ മറ്റൊരു യുവാവിനെ 2 കാലുകളിലും വെടിയുതിർത്ത ശേഷം പരസ്യമായി കൊലപ്പെടുത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. ഈ വാർത്തകൾ ആയുധമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രയേൽ. ലോകമാകെ ഹമാസിനെതിരായ പ്രചരണത്തിന് ഇത് ഇസ്രയേൽ ഉപയോഗിക്കുന്നുമുണ്ട്.